വെൽക്കം ബാക്ക്. ഇപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആസ്പെർട്ട് 8 ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചില ഡൗട്ട് ചിലപ്പോൾ കാണും, ആസ്പെർട്ട് 8 എന്തിനാണ് കളിക്കുന്നത്, ആസ്പെർട്ട് 9 കളിച്ചൂടെ, ഇതൊക്കെ പഴയ ഗെയിമല്ലേ. പക്ഷേ ആസ്പെർട്ട് 9 എനിക്ക് കളിക്കാം, പക്ഷേ എനിക്ക് അങ്ങനത്തെ ഗെയിം ഇഷ്ടമല്ല. കാരണം ആസ്പെർട്ട് 8 എന്ന് പറയുന്നത് മൊത്തത്തിൽ നമ്മൾ മാനുവലായിട്ട് നമ്മൾ തന്നെയാണ് കളിക്കുന്നത്. പക്ഷേ ആസ്പെർട്ട് 9 അങ്ങനെയല്ല, എല്ലാം അവർ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത്ര ഇട്ട് കൊടുത്താൽ അതുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആസ്പെർട്ട് 8 ആയിട്ടാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഗ്യാരേജിൽ ഒരു ഡോഡ്ജ് ഡാർക്ക് GT ഉണ്ട്, ഒരു ഓഡി R8 ഉണ്ട്, പിന്നെ ഒരു ആഡ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ആഡ് വന്നാണ് യെസ്. പിന്നെ എൻ്റെ കയ്യിൽ R8 ഡാർക്ക് GT അല്ലാതെ ഒരു മെഴ്സിഡീസ് ബെൻസ് GLC ഉണ്ട്. ഈ 3 കാറാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. ഈ ഒരു GLC ആണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. GLC. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു കാർ വെച്ചിട്ടാണ് നമ്മൾ റേസ് ചെയ്യാൻ പോണത്. അപ്പോൾ ഈ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്താൽ നേരെ വീഡിയോ വയ്ക്കുക. ഓക്കെ, ഞാൻ ഇപ്പോൾ 6 ഇത് സംഭവം ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു 2 ലെവൽ കളിക്കാനാണ്. ഇതും ഈ ഒരു സെക്ടർ 8ഉം മാർക്കറ്റ് ഈ ഒരു 2 മാപ്പിലാണ് ഞാൻ കളിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ആ ഒരു സെക്ടർ എടുക്കാം. സെക്ടർ നമ്മുടെ എല്ലാ ഓക്കെ, നമ്മളാ കാറ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് റേസ് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മാപ്പാണ് ഇതിൽ സെക്ടർ 8. ഓക്കെ, ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് മെഴ്സിഡീസ് ബെൻസിൻ്റെ GLC ആണ്. എന്തായാലും നല്ല വലിയൊരു വണ്ടിയാണ് ഇതിൽ. 5 സീറ്റർ ആണെങ്കിലും നല്ല വലിയൊരു വണ്ടിയാണ്. ഓക്കെ, എനിക്ക് ഈ ഒരു മാപ്പ് ഇഷ്ടം ആദ്യത്തെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ വാൾ റൈഡ് ഉണ്ട്. സെക്കൻഡ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ വേറൊരു സ്ഥലമുണ്ട്, ടണൽ പോലത്തെ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഇതേ വന്ന് ഈ 2 ടണലുണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടുകൂടെയാണ് എനിക്ക് ഈ ഒരു മാപ്പ് ഭയങ്കര ഇഷ്ടമാണ് കാരണം. ഓക്കെ, ഇത് നമുക്ക് ഇങ്ങനെ കറങ്ങി തരാം. ഇങ്ങനെ കറങ്ങി ഇവിടെ കയറാം. എങ്ങനെയാണെങ്കിലും കറങ്ങാം ഇതുപോലെ. ഓക്കെ, പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ ഞാൻ കാണിച്ചു തന്ന സമയം കൊണ്ട് 2-3 വണ്ടി കണ്ടി കയറിപ്പോയി. ഓക്കെ, പിന്നെ എനിക്ക് ഇത് ഇഷ്ടപ്പെടാനുള്ള 3ാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസ്പോർട്ടേഷൻ തന്നെയാണ്. ഈ എവിടെയെങ്കിലും നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങോട്ട് ചാടി കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്തോട്ട് നമ്മൾ ട്രാൻസ്പോർട്ടാവും. ഓക്കെ, അത് ഫിനിഷിംഗ് പോയിന്റിൽ എത്താറായെന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ ഇങ്ങനെ സ്കിഡാക്കി ഇങ്ങനെ പതുക്കെ ഇറങ്ങുന്നു.
ഓക്കെ ഓക്കെ ഞങ്ങൾ ഈ ഒരു റേസിൽ ഫസ്റ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ സെറ്റാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആയിരിക്കും ഗൈസ്. പക്ഷേ വേറെ ആരും സെക്കൻഡും തേർഡും ഒന്നും വന്നിട്ടില്ല. കാരണം ഞാനിപ്പോൾ റേസ് ഫിനിഷ് ചെയ്തേ ഉള്ളൂ. ഒരുത്തൻ ഇപ്പോഴാണ് സെക്കൻഡ് ഒരുത്തൻ ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത റേസ് എടുക്കാം. അപ്പോൾ ഈ ഒരു റേസിന് നമുക്ക് 5 സ്റ്റാറും കിട്ടിയിട്ടുണ്ട്. അടുത്ത നമുക്ക് മാർക്കറ്റ് സ്ക്വയറിലോട്ട് പോകാം. ഇതും എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു മാപ്പ് തന്നെയാണ്. ഇത് ഭയങ്കര ഇഷ്ടമുള്ള മാപ്പാണ്. ഓക്കെ പിന്നെ അന്നും ഇന്നും മാറാത്തൊരു സംഭവമാണ് ഈ ഒരു റേസിൻ്റെ ബട്ടണിൽ ഞെക്കുമ്പോൾ ആ വണ്ടി റേസ് പോകണം. ആ ഒരു സൗണ്ടാണ്. അത് ഭയങ്കര ഒരു എനിക്ക് ഒരു ഇഷ്ടമുള്ള ഒരു സൗണ്ടാണ് അത്. ഓക്കെ ഓക്കെ നമ്മൾ നിയമമൊക്കെ പാലിച്ച് പതുക്കെ പോവാണ്. പെട്ടെന്ന് ന്യൂട്രോ ഒക്കെ കൊടുത്ത് പോകുമ്പോൾ ഒരു രസമല്ലേ, ഇങ്ങനെ ആസ്വദിച്ച് പോകണം, നല്ലൊരു രസമല്ല. ഓക്കെ അയ്യോ ഇതേതോ മെട്രോ സ്റ്റേഷനാണ്. ഇതൊക്കെ വെച്ച് VR-ലൊക്കെ ഓടിച്ച് മിക്കവാറും ഞാൻ ബോധം കിട്ടുകയില്ല, ഉറപ്പാണ് എനിക്ക്. നീതിട്ട് ഓടിക്കണ്ട, ചിലപ്പോൾ പെട്ടെന്ന് ട്രെയിൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ ബോധം കിട്ടില്ല. പറഞ്ഞു തന്നില്ല, ട്രെയിൻ വീണ്ടും വന്നു. ഇത്രയും നേരം ഇങ്ങനെ ഒറ്റ പാദത്തിലോ ഇത്രയും പെട്ടെന്ന് കഴിഞ്ഞു. ഓക്കെ ഓ മോനെ, വേറെ ആരും വന്നിട്ടില്ല, ഞാൻ മാത്രമേ ഉള്ളൂ റേസ് ഇവിടെ. അവരൊക്കെ വരുന്നതേ ഉള്ളൂ ഇങ്ങോട്ട്. മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും റേസ്. ഓക്കെ റേസ് ഫിനിഷ് ആവാറായിരുന്നു എനിക്ക് തോന്നുന്നു. ഓക്കെ റേസ് ഫിനിഷ് ആവുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യുക ഗൈസ്. ഓക്കെ നമ്മളെ റേസ് ഫിനിഷ് ആയിട്ടുണ്ട്. ഓക്കെ ഇതിന് ഞാൻ തന്നെയാണ് ഗൈസ് ഫസ്റ്റ്. ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങൾ കമൻറ്റും കൂടെ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ. ഓക്കെ പിന്നെ ആസ്പെൽറ്റ് 8-ൻ്റെ വീണ്ടും ഇതേപോലത്തെ ആസ്പെൽറ്റ് 8-ൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ.